ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിവസത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം അത് രാവിലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്നറിയാം. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേ വേണ്ട, അടിപൊളിയായിരിക്കും. ഇന്നിപ്പോൾ അതുപോലൊരു ദിവസമാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ അത്യാവശ്യം നല്ല മഴ, നല്ല തണുപ്പ്, നല്ല രസമുള്ളൊരു പ്രഭാതം. എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 45 മിനിറ്റ് അതെൻ്റെ മാത്രം സമയമായിരിക്കണം. ആ ഒരു 45 മിനിറ്റാണ് അന്നത്തെ ദിവസത്തെ എൻ്റെ മൂഡ് ബൂസ്റ്റ് ചെയ്യുന്നത്. ഫ്രഷായി കിച്ചണിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഡ്യൂട്ടി ഒരു ഡിറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്ക് ആണ്. ഒരു 5 വർഷത്തോളമായിട്ടുള്ള ശീലമാണ്. എൻ്റെ അടുക്കളയിൽ ഏറ്റവും ആദ്യം കുക്ക് ചെയ്യുന്നത് ഈ ഒരു ഡ്രിങ്ക് ആയിരിക്കും. സ്ഥിരം ഈ സെയിം പാറ്റേൺ ആയിരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, കുറച്ച് ഇഞ്ചിയുടെ പൗഡർ, ജിഞ്ചർ പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ ഡിറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അടുത്തതാണ് എൻ്റെ മോർണിംഗ് റുട്ടീനിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് കേട്ടോ, ജേർണലിംഗ്. ജേർണലിംഗ് എന്നൊക്കെ തികച്ചു പറയാൻ പറ്റുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് മേക്കിംഗ്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് സാറ്റിസ്ഫൈയിങ് പാർട്ട് ഓഫ് എവറി ഡേ ഇൻ മൈ ലൈഫ്. 2019 മുതൽ എൻ്റെ ഒപ്പം കൂടിയ 2 ശീലങ്ങളാണ് കേട്ടോ ഈ ഒരു ഡിറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്കും അതുപോലെ തന്നെ ഈ ഒരു ടു ഡു ലിസ്റ്റ് മേക്കിങ്ങും. വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ 2ാമത്തെ ഡെലിവറിക്ക് ശേഷം, അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ഒന്ന് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ബോഡിക്കൊരു ക്ലെൻസിങ് വേണം, അതിനൊരു ഡെയിലി ഡ്രിങ്ക് വേണം എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയതൊക്കെ. പലരും നല്ല ക്യൂട്ടായിട്ടുള്ള ജേർണലിംഗ് ബുക്കൊക്കെ ഇതിന് യൂസ് ചെയ്യുന്ന കാണാം. പക്ഷെ ഞാൻ ഈ നോർമൽ നോട്ട്ബുക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് ഞാനതിന് തൊട്ട് മുൻപ് എഴുതി തീർത്ത ഒരു ജേർണലിംഗ് ബുക്കാണ്. ഇതിൻ്റെ പേജസ് ഒക്കെ മറിച്ച് നോക്കുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചേക്കുമ്പോൾ. മൂത്തയാളെ സ്കൂളിൽ വിടേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും നെയ്യും അതിൻ്റെ പുറത്ത് കുറച്ച് ജാഗരി പൗഡറും കൂടി ചേർത്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ലഞ്ചിന് ഇന്നലെ തന്നെ കുറച്ച് ചിക്കൻ റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റീം ചെയ്തിട്ട് അത് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം വേറൊന്നും സാലഡും അച്ചാറും ഒന്നും ഇവർ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് കൊടുത്തു വിടുന്നത്. ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ കറിയുടെ ആവശ്യമില്ലല്ലോ. ഇളയാള് ചാറ്റ് തന്ന് പോകുന്നത് സ്കൂളിലേക്കല്ല കേട്ടോ, ചേട്ടന് സ്കൂൾ ബസ് കയറ്റി വിടാൻ പോകുന്ന പോക്ക. അത് ഡെയിലി പുള്ളിക്ക് നിർബന്ധമാണ്. ഇനി ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ വർക്കാണ്. മുട്ടയൊക്കെ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഒരു സിമ്പിൾ മുട്ടക്കറി, കൂടെ ഗോതമ്പ് ദോശയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മെനു. ഇത് ലാസ്റ്റത്തെ 2 ദോശയാണ്, അതായത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ ദിസ് ഈസ് ദ വൈൻഡിങ് അപ്പ് സെഷൻ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ മോർണിംഗ് റൂട്ടീൻ ഒരുവിധം അവസാനിച്ചു. സോ വിഷിംഗ് യു ഓൾ എ വെരി ഗുഡ് ഡേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.